നമ്മുടെ ശരീരത്തിൽ അയണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ തലമുടി മുതൽ കാലിന്റെ നഖം വരെ, നമ്മൾ ഉപ്പ് മുതൽ കർപ്പൂരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിങ്ങൾക്ക് എല്ലാ അവയവങ്ങളിലും ഈ ഒരു അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കാണാൻ പറ്റും. വളരെ ഡേഞ്ചർ ആണത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കാം. അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് തലകറക്കവും തലവേദനയാണ്. എന്തുകൊണ്ടാണ് ഈ തലകറക്കം വരുന്നത്? നമ്മളെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജൻ എത്തുന്നില്ല. കാരണം അത് എത്തിക്കാൻ ആരാ വേണ്ടത്? പറഞ്ഞിട്ടില്ല, അയണിന്റെ സഹായം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ നമുക്ക് പെട്ടെന്ന് കിടന്നതിന് ശേഷം എണീക്കുന്ന സാഹചര്യത്തിലൊക്കെ തലകറക്കവും ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിൽ അയണിന്റെ ഡെഫിഷ്യൻസിനെ കൊണ്ട് വന്നതാണ്. അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണമാണ് സ്ഥിരമായിട്ടുള്ള ക്ഷീണം, ഒരു ഉഷാറില്ല, എന്തിനൊരു ലേസിനെസ്, നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ഒരു മടി പിടിച്ചിരിക്കുക. അങ്ങനത്തെ കുട്ടികളെയോ അങ്ങനത്തെ ആളുകളെ നമ്മൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അയണിന്റെ കുറവാവാം, അതല്ലെങ്കിൽ തൈറോയ്ഡ് രോഗമാവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗത്തിനെ കൊണ്ടാവാം അവർ ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് എല്ലാം ചെയ്തിരുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കേസിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവരുടെ അയൺ ചെക്ക് ചെയ്ത് അതിനുള്ള സപ്ലിമെന്റ് നിർബന്ധമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ ഫുൾ ടൈം ഉറങ്ങിക്കൊണ്ടേയിരിക്കണം. കാരണം എന്താ, ബോഡിയുടെ ഇന്ധനാണത്. അപ്പൊ അതിന് ഇന്ധനം ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടാക്കാൻ പറ്റൂല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് മാത്രമാണ് അത്. ഇനി അടുത്തത് മുഖം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളെ മുഖത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ചോരത്തിളപ്പും ആ രക്തത്തിന്റെ ഒരു പ്രസന്നതയൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ ആളുകളിൽ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ ആ വെളറിയൊരു മുഖം ഉണ്ടല്ലോ, അതാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ കൈകാലുകളൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും ഒരു തണുപ്പ് കാരണം. കാരണം എന്താ, പ്രോപ്പറായിട്ടുള്ള രക്തോട്ടം അവിടേക്ക് നടക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മുടി കൊഴിച്ചിൽ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു അയൺ ഡെഫിഷ്യൻസി, അയണിന്റെ കുറവുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളിൽ കാണുന്ന ഒരു ലക്ഷണമാണ് അത്. അപ്പൊ നമ്മളത് തിരിച്ചറിയില്ല. ഇല്ല മുടി കൊഴിച്ചിലുള്ള ട്രീറ്റ്മെന്റ്, ഡാൻഡ്രഫ്, അതുപോലെ ആന്റി ഹെയർ ഓയിൽ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കും. പക്ഷെ എന്നാലൊന്നും മാറൂല. എന്നാൽ മാറാൻ വളരെ സിമ്പിളാണ്. രക്തം ജസ്റ്റ് പരിശോധിക്കുക, എന്ത് ചെയ്യുക, ഈ അയൺ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം സിമ്പിളായിട്ട് ഈ തൈറോയിഡിന്റെ പ്രശ്നം, അതല്ലെങ്കിൽ ഈ അയൺ ഡെഫിഷ്യൻസി, ഇതിനെ കൊണ്ടൊക്കെ മുടി കൊഴിച്ചിൽ വരാന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ മറ്റുള്ള ചികിത്സയിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഇനി അതുപോലെ നമ്മൾ കാണിക്കുന്ന ലക്ഷണമാണ് നമ്മൾ നഖം ഇങ്ങനെ നോക്കുക. നഖത്തിൽ ആ ഒരു വളരെ കൃത്യമായിട്ടുള്ള വിള്ളലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയൺ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വിട്ടുമാറാത്ത ശ്വാസ തടസ്സം, കുറച്ച് സ്റ്റെപ്പൊക്കെ കയറുമ്പോഴത്തേന് കിതക്കുക, അത് ഈ പുക വലിച്ചാൽ മാത്രമല്ല, ഇങ്ങനെ അയൺ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളെ ശരീരം നിങ്ങൾക്ക് വാർണിംഗ് ആയിട്ട് കാണിച്ചു തരുന്ന എന്താണ്, ഇങ്ങനത്തെ കിതപ്പും ശ്വാസ തടസ്സവും ബുദ്ധിമുട്ടൊക്കെയാണ്. ഈവൻ നെഞ്ചുവേദന വരെ എന്തിനെ കൊണ്ടുവരാം, ഈ ഒരു അയൺ ഡെഫിഷ്യൻസിനെ കൊണ്ടുവരാം. വളരെ സിമ്പിൾ അല്ലേ? ആ ഇരുമ്പ് നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ മാറി. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? ഇരുമ്പ് നമുക്ക് അയണിന്റെ സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ ഭക്ഷണം പാകം ചെയ്യാം. ഇനി അയണിന്റെ ഏറ്റവും നല്ല സോഴ്സ് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയോ? നമ്മളെ അനിമൽ മീറ്റുകളാണ്. മീന്, മട്ടൻ, അതുപോലെ ഇറച്ചി, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു അയൺ കിട്ടുന്ന സോഴ്സ്. ഇനി പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന പോലെ കുറച്ച് നാരങ്ങ അതിലേക്ക് പിഴിയുക. കാരണം എന്താ, വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ ശരീരത്തിൽ അയണിന്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. നമ്മൾ ചിക്കനും അതുപോലെ തന്നെ ഇതൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നാരങ്ങ തരുന്ന എന്തിനാ? അത് നിങ്ങൾക്ക് തമാശക്ക് തരണമൊന്നുമല്ല. അതങ്ങ് പിഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ വൈറ്റമിൻ സി കൂടി ഉണ്ടാകുമ്പോൾ വളരെ കൃത്യമായിട്ട് അയണിന്റെ അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നടക്കും. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.